PC ജോർജിന്റെ വിവാദപരമായ പല പ്രസ്താവനകളും BJPക്ക് പലപ്പോഴും തിരിച്ചടിയാകുന്നുണ്ട്. BJP ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോൾ PC പറയുന്ന വിവാദപരമായ കാര്യങ്ങൾ അത് BJPക്ക് തന്നെ പലപ്പോഴും തലവേദനയാകുന്നുണ്ട്. പക്ഷേ PCയെ പോലെ കരുത്തുറ്റൊരു നേതാവ് BJPക്ക് ഉള്ളപ്പോൾ, ഇപ്പോൾ BJP വലിയ സ്ഥാനമാനങ്ങളൊക്കെ കൊണ്ട് നടക്കുമെന്ന് പറയുന്ന PC ജോർജിനെ അങ്ങനെ തള്ളിക്കളയാൻ BJPക്ക് കഴിയുമോ? തന്നെ PC ജോർജ് എന്ന് പറയുന്നത് കരുത്തുറ്റ നേതാവ് തന്നെ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ PC ജോർജിൻ്റെ വായിലെ നാവ് കൊള്ളില്ല. അതുകൊണ്ടാണ് PC ജോർജ് KM മാണിയോടൊപ്പവും PJ ജോസഫിനോടൊപ്പം നിന്ന സമയത്തും ആദ്യഘട്ടത്തിലൊക്കെ മാണി സാർ എന്ന് വിളിച്ച് പിന്നീട് അവസാനം KM മാണി എന്ന് വിളിക്കാൻ തുടങ്ങി. PJ ജോസഫിനെ അതേപോലെ തന്നെ PJ ജോസഫിനെ ബഹുമാനിച്ച് അവസാനം PJ ജോസഫിനെ തെറി വിളിക്കാൻ തുടങ്ങി. PC ജോർജിന് അനുകൂലമായിട്ടുള്ള എന്ത് സാധനങ്ങളും അത് ലഭിക്കാതെ വരുന്ന ഘട്ടത്തിൽ മുഴുവൻ തെറിയാണ് PC ജോർജ് പല ഘട്ടങ്ങളിൽ. ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, PC ജോർജ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ PC ജോർജ് പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല, അതിനെ ബഹുമാനിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ PC ജോർജ് പിന്നെ എടാ വാടാ പോടാന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. PC ജോർജിന് പരിസര ബോധമൊന്നും ഇല്ലാത്തൊരു നേതാവാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് PC ജോർജിൻ്റെ വിവാദമായ പല പരാമർശങ്ങൾ അത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് BJPക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ BJPയുടെ മൃദു ഹിന്ദുത്വ സമീപനത്തിന് അനുകൂലമായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും PC ജോർജ് പല ഘട്ടങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. PC ജോർജിന് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരുന്നു, BJPയെ കൂടെ നിർത്തുക, സംഘപരിവാർ സംഘടനകളെ കൂടെ നിർത്തുക എന്നുള്ളത്. കാരണം PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇനി വേറൊരു മുന്നണിയിലേക്കോ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ PC ജോർജിനെ അടുപ്പിക്കില്ല. PC ജോർജിനെ അത്രമാത്രം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അകറ്റി നിർത്തുന്ന ഒരാളാണ്. കാരണം രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ച് പൂഞ്ഞാറിൽ മത്സരിച്ചു. അടുത്ത തവണ അവിടുത്തെ SDPIക്കാരെയും മുസ്ലിങ്ങളെയും മുഴുവൻ ചീത്ത പറഞ്ഞു, 41,000 വോട്ടിന് തോറ്റു. അങ്ങനെയുള്ളൊരു നേതാവിനെ ഒരു കാരണവശാലും ഒരു മുന്നണിയിലേക്കും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും വലിച്ചു കയറ്റാൻ വേണ്ടി ആരും തയ്യാറാവില്ല. ആ ഘട്ടത്തിലാണ് PC ജോർജ് ജനപക്ഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സ്വയം രൂപീകരിച്ചത്. മിസ് കോൾ അടിച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കാം. ഞങ്ങളൊക്കെ മാധ്യമപ്രവർത്തനം ചാനലുകളിൽ നടത്തുന്ന സമയത്ത് ഞങ്ങളിടയ്ക്ക് മിസ് കോൾ അടിച്ച് നോക്കും ഇതിൽ. അപ്പോൾ അടുത്ത മെസ്സേജ് വരും, നിങ്ങൾ ഇതിനകത്ത് മെമ്പറായെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആരെങ്കിലും ഒരാൾ നമ്മളെ വിളിക്കും. നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റ് വേണമെന്ന് ചോദിക്കാം. ഒരു ജില്ലയ്ക്കകത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ജില്ലയിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ള ജില്ലയിൽ നിങ്ങൾക്ക് എന്ത് പോസ്റ്റ് വേണം, അത് ജില്ലാ പ്രസിഡന്റ് വേണമെങ്കിൽ അതുവരെ തരാൻ അവർ തയ്യാറാണെന്ന്. അങ്ങനെ അതപ്പതിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയാണ് PC ജോർജിൻ്റെ ജനപക്ഷം. ജനപക്ഷവും കൊണ്ട് PC ജോർജ് പല മുന്നണികളെയും സമീപിച്ചു. ഞങ്ങൾക്ക് ഇത്രയും ആൾക്കാർ മെമ്പർമാരുണ്ട്, അതിൽ കയറാൻ പറ്റുമെന്ന്. കടക്ക് പുറത്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും PC ജോർജിനെ അങ്ങനെ ആട്ടിപ്പായിച്ചു. PC ജോർജ് ചീഫ് വിപ്പായിരുന്ന ഒരാളാണെന്ന് ചിന്തിച്ച് നോക്കണം. ഒരു കാലഘട്ടത്തിൽ അത്രയും കരുത്തുറ്റൊരു നേതാവായിരുന്നു. അവിടെ നിന്നാണ് PC ജോർജ് ഇന്ന് ഒന്നുമല്ലാത്തൊരു നേതാവായി മാറിയത്. എന്തുകൊണ്ട്? PC ജോർജിൻ്റെ വായിലെ നാവ് കൊണ്ട് മാത്രം സംഭവിച്ചൊരു കാര്യം. PC ജോർജ് അവിടെ നിന്ന് പിന്നീട് പല പ്രസ്താവനകളും നടത്തി. PC ജോർജ് BJPയിൽ കയറുന്നതിന് മുമ്പായി നടത്തിയ വിവാദമായ പരാമർശത്തിൻ്റെ പേരിൽ PC ജോർജിന് കേസെടുത്തു. ഇവിടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. വലിയ വിവാദമായി. BJP സംഘടനകൾ, BJPയും അതോടൊപ്പം സംഘപരിവാറിൻ്റെ പല സംഘടനകളും PC ജോർജ് TJ വിളിച്ചിട്ട് അതിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ശോഭാ സുരേന്ദ്രൻ PC ജോർജിനെ കാണാൻ വരുന്നു. സർക്കാരിൻ്റെ എന്താ പറയുക ഒരു സമീപനം ശരിയല്ല എന്നുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. PC ജോർജിൻ്റെ എന്തോ വൈരാഗ്യപരമായിട്ട് പോലീസ് പെരുമാറുന്നു പറഞ്ഞു. വലിയ വാർത്ത ഉണ്ടാകുന്നു. PC ജോർജ് ജാമ്യം എടുക്കുന്നു, പുറത്തു വരുന്നു. പിന്നെ PC ജോർജിന് BJPയിലേക്കുള്ള ക്ഷണമാണ്. BJPയിൽ വന്നതിന് ശേഷം PC ജോർജ് നടത്തിയ പല പരാമർശങ്ങൾക്കും ഈ ശോഭാ സുരേന്ദ്രനടക്കം പിന്തുണ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ശോഭാ സുരേന്ദ്രൻ ഇതുവരെ മിണ്ടിയിട്ടില്ല PCയുടെ പരാമർശത്തിൽ. രാജീവ് ചന്ദ്രശേഖരൻ മിണ്ടിയിട്ടില്ല. BJPയുടെ പല നേതാക്കന്മാരും മിണ്ടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ PC ജോർജ് BJPയിലേക്ക് വരുന്നത് തന്നെ പത്തനംതിട്ട തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവിടെ ഒരു സീറ്റ് കിട്ടും, അങ്ങനെ പത്തനംതിട്ടയിൽ ജയിക്കാൻ പറ്റിയ MP ആകാം. പിന്നെ മാത്രമല്ല, പത്തനംതിട്ടയിൽ BJPയുടെ കാൻഡിഡേറ്റായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഫണ്ട് വരുമ്പോൾ കുറേ അവിടെ കൊടുക്കാം. പിന്നെ കുറച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള ലെവലിലാണ് PC ജോർജ് വരുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? അവിടെ അനിൽ ആൻ്റണിയെ മത്സരിപ്പിച്ച് PC ജോർജിനെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ PC ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് BJPക്ക് ഒരു തലവേദനയാണ്. ഇത് ഏത് രീതിയിലായിരിക്കും BJP ഇനി കൈകാര്യം ചെയ്യുക? ധന്യയുടെ അഭിപ്രായത്തിൽ BJP ഇനി ഇത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും? BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിജേഷ് പറഞ്ഞതുപോലെ ശരിയാണ്, ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ BJP നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. തൃശ്ശൂരിലൊക്കെ സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ന്യൂനപക്ഷ വോട്ട് നേടിക്കൊണ്ടാണ്. അപ്പം BJPക്ക് അറിയാം, കുറച്ച് വ്യക്തിപ്രഭാവമുള്ള ആളുകളെ നിർത്തിയാൽ ന്യൂനപക്ഷങ്ങൾ തങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് BJP ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് മുതിർന്ന BJP നേതാക്കളുടെ ഭാഗത്തു നിന്നൊന്നും ഒരു വർഗീയപരമായ ഒരു പരാമർശവും ഈ അടുത്ത കാലത്ത് വന്നതായി നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, കേരളത്തിന് പുറത്ത് പല തദ്ദേശ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലും ഒക്കെ BJP ജയിക്കുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ട് കൊണ്ടാണ്. മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് BJPക്കാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തണം. അതിപ്പോൾ സന്ദീപ് വാര്യർ ആക്ഷേപിക്കുന്നത്
പോലെ പിന്നെ ക്രിസ്മസിന് കൊണ്ടുപോയി സ്റ്റാർ തൂക്കാനോ ബക്രീദിനോ ഇതിനോ കൊണ്ടുപോയി പിന്നെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യാനോ അല്ല. അവർക്ക് അവരുടെ ഇപ്പോൾ BJPക്ക് നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നോക്കാം, 2014 മുൻപ് നോക്കാം, BJP പതുക്കെ പതുക്കെ ഇരുന്ന് വേറിറങ്ങി വളർന്നു വന്നൊരു പാർട്ടിയാണ്. ആരും പെട്ടെന്ന് വളർത്തിക്കൊണ്ടുവന്ന ഒരു പാർട്ടിയല്ല. LDF UDF എന്നതിനപ്പുറം മറ്റൊരു പേര് ഇവിടെ കേട്ടിട്ടേ ഇല്ല. പറയും ഇങ്ങനൊരു പാർട്ടി ഉണ്ട് എന്നുള്ളത്. പക്ഷെ BJP 2014 ശേഷം അധികാരം പിടിച്ചതിന് ശേഷം ഇവിടെ ഈ രണ്ട് പേരിനപ്പുറം ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് BJP എന്നുള്ള പേരാണ്. അത് അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു വെറുതെ എടുത്തു വെച്ചതല്ല അതിനു വേണ്ടി വർഷങ്ങളോളം പണി ചെയ്ത് ആ പണിയിൽ നിന്ന് കിട്ടിയ പ്രതിഫലമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ BJP അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളും എന്ന് പറയുന്നത്. കാരണം അവർക്കറിയാം ഇപ്പോൾ ഒരു ചായ വിൽപ്പനക്കാരനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ RSSന് കൃത്യമായ ഉത്തരമുണ്ട്. ജനങ്ങളുടെ വേദനകൾ കൃത്യമായി മനസ്സിലാക്കാൻ താഴെത്തട്ടിലുള്ളവർക്ക് പദവി കൊടുത്താൽ മാത്രമേ അവർക്ക് സാധിക്കൂ എന്നുള്ളത്. ഒരുപക്ഷെ തണുപ്പത്ത് ഒരു കമ്പിളി മൂടിയാൽ ആ തണുപ്പ് മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാവുന്നതുപോലെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് അറിയണമെന്നില്ല. ആ കമ്പിളിയുടെ വില, ആ ഒരു കമ്പിളി വാങ്ങാൻ പോലും താങ്ങില്ലാത്ത ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് ഒരുപക്ഷെ കോൺഗ്രസിലെ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവർക്ക് മനസ്സിലാകുന്നതിനപ്പുറം ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ തിരഞ്ഞെടുക്കുന്ന ആളുകളൊക്കെ അത്തരത്തിൽ കൃത്യമായി തന്നെയാണ് പ്രവർത്തനം കൊണ്ടുപോകുന്നത്. അവിടെയാണ് ചില അബദ്ധങ്ങൾ BJPക്ക് പറ്റുന്നത് എന്ന് പറയുന്നത്. അതായത് PC ജോർജിനെ പോലെ ഒരാളെ BJPയിലേക്ക് കൊണ്ടുവരുന്നു. BJP അതിനെ പിണറായി വിജയനെതിരെ PC ജോർജ് പല കാര്യങ്ങളും സംസാരിക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇതൊക്കെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ലവ് ജിഹാദൊക്കെ സമൂഹം വലിയ രീതിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അതെല്ലാ സമുദായത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പറയണം. ഒരു സമുദായത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് പറയുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എല്ലാ സമുദായത്തിലും ലവ് ജിഹാദുണ്ട്. ഈ പറയുന്ന PC ജോർജിന്റെ വീട്ടിൽ ലവ് ജിഹാദ് നടന്നിട്ടില്ലേ? PC ജോർജിന്റെ മകൻ തന്നെ ഒരു ചാനലിന്റെ പരിപാടിയിൽ വന്നിരുന്ന് പറഞ്ഞു, ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എൻ്റെ ഭാര്യയെ മതം മാറ്റിയതാണ് എന്നുള്ളത്. അപ്പോൾ ആ തെറ്റ് തിരുത്തി പറയാനുള്ള പിന്നെ എന്താ പറയുക ചങ്കൂറ്റം ഷോൺ കാണിച്ചു. പക്ഷെ PC എന്തുകൊണ്ടത് പറയുന്നില്ല? PCയുടെ വീട്ടിലും ലവ് ജിഹാദ് നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ പാർവതി ഷോണിന് പിന്നെ മതം മാറാൻ താല്പര്യമില്ലാതെ ഇവർ നിർബന്ധിച്ച് മാറ്റിയതാണെങ്കിലോ നമുക്കറിയില്ല, അത് അവരുടെ കുടുംബകാര്യമാണ്. ഇത് എല്ലാ സമുദായങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പൊ ഹിന്ദു സമുദായത്തിൽ നിന്ന് എത്രയോ പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിലേക്ക് പോയിട്ടുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് എത്രയോ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ഹിന്ദു സമുദായത്തിലേക്ക് വന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് മാറി ചിന്തിക്കുക. പ്രണയത്തിനപ്പുറം മതം മാറ്റലിലേക്ക് മാറുമ്പോഴാണ് അത് ലവ് ജിഹാദ് ആവുന്നത്. പ്രണയം ഒരിക്കലും ലവ് ജിഹാദ് അല്ല. പ്രണയത്തിൽ നിന്ന് മതം മാറ്റത്തിലേക്ക് മാറുമ്പോഴാണ് അത് ലവ് ജിഹാദ് ആവുന്നത്, നിർബന്ധിത മതമാറ്റത്തിലേക്ക് മാറും. അപ്പോൾ PC ഇതൊന്നും മനസ്സിലാക്കാതെ PCക്ക് കുറച്ച് ശ്രദ്ധക്കുറവ് കിട്ടുമ്പോൾ PC ഇങ്ങനെ കിടന്ന് എന്തെങ്കിലുമൊക്കെ വാതോരാതെ കിടന്ന് പറയും. അപ്പോൾ എനിക്ക് കുറച്ച് ശ്രദ്ധ എടുത്തവണ പറയുന്ന കേസ് എടുത്താലും കുഴപ്പമില്ല. കേസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ആളുകളിലേക്ക് അത് എത്തും, കുറച്ചുകൂടി തനിക്ക് ശ്രദ്ധ കിട്ടും. ഇതാണ് PCയുടെ മനസ്സിലിരിപ്പ്. അതിപ്പോൾ കൃത്യമായി പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് പിണറായി ഇതിൽ കൂടെ കേട്ടിട്ട് ഇതിൽ കൂടെ അങ്ങ് കളയും. അങ്ങനെ ഇപ്പോൾ എൻ്റെ ചെലവിൽ നീ ആളാവണ്ട എന്നാണ് പിണറായിയുടെ രീതി. ഇപ്പം എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്രം കൃത്യമായ നിലപാട് സ്വീകരിക്കും. PC ജോർജിന് ഒന്നുകിൽ ഏതെങ്കിലും ഒരു പദവി കൊടുത്ത് കേന്ദ്രത്തെ കൊണ്ടിരുത്തും, വാ തുറക്കല്ലേ എന്ന് പറഞ്ഞ്, ഇല്ലെങ്കിൽ ഇനി വാ തുറക്കരുത് എന്ന് കർശനമായ, അതായത് വർഗീയ പരാമർശം നടത്തുന്ന ന്യൂനപക്ഷങ്ങൾ അകറ്റുന്ന തരത്തിലുള്ള ഒരു വാക്കും ഇനി PC യുടെ വായിൽ നിന്നുണ്ടാവരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.